ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രയേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രിക ലിബിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യതയെന്ന് കർഷകർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. പവന് 1,560 രൂപ വർദ്ധിച്ച് 74,360 രൂപയിൽ. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസറില്ല. വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വലഞ്ഞ് ജനം. നമസ്കാരം. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദ് വിമാന ദുരന്തം അത്യന്തം ദാരുണമായ സംഭവമാണെന്നും ദുരന്തം സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിൽ ഉണ്ടായത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തി സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇസ്രയേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായം പറയാറായിട്ടില്ല. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ പണ്ടേ ലോക തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അഹമ്മദാബാദ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MA ബേബി. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ലോക സമാധാനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് MA ബേബി പറഞ്ഞു. ട്രംപിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയാണ് ഇസ്രയേൽ ഗാസയിലടക്കം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ലോക ഭീകരരായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. താങ്ങാനാവാത്ത ഒരു ഇന്ത്യയും ലോകത്തെയും ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം, അത്യാഹിതം, അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ 260-ലധികം പേർ. പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു. അതിന് പുറമെ 24 പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മരിച്ചു എന്നാണ് അറിയുന്നത്. താങ്ങാനാവാത്ത ഒരു ആഘാതമാണ്, ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്തും പടർന്നിരിക്കുന്നത്. ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത്. ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും എത്തിയത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുമായും ബന്ധുക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലെത്തും. DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം വിട്ടുനൽകുക.
സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രിക ലിവിയ ജോസ് പിടിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ലിവിയോട് കീഴടങ്ങണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും അറിയാതെ നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനായിരുന്നു ലിവിയുടെ പദ്ധതി. നാട്ടിലെത്തുന്നുണ്ടെന്ന രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ലിവിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ തൃശൂരിൽ എത്തിക്കും. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷീല സന്നിയുടെ മരുമകളുടെ സഹോദരി ലിവിയ വ്യാജ LST കേസിൽ ഷീല സന്നിയെ കുടുക്കിയത്. തുടർന്ന് ഷീല സന്നി 2 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ആശങ്കയിൽ. ചെക്ക് ഡാമിലെ ഷട്ടറുകൾ തുറക്കാത്തതിനാൽ കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽവയലുകളിൽ വെള്ളം കയറുകയാണ് പതിവ്. മഴ കൂടുന്ന സാഹചര്യത്തിൽ പുഴയിൽ വെള്ളം അധികമാവുകയും പിന്നീട് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ടാകും. എത്രയും പെട്ടെന്ന് ഷട്ടറുകൾ മുഴുവൻ തുറന്നുവയ്ക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. പാലക്കാട് ഡാം ആൻഡ് ഇറിഗേഷൻ അധികാരികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ തുറക്കണമെന്ന് എല്ലാ കാലവർഷത്തിനും മുൻപ് അധികൃതരെ അറിയിക്കുമെങ്കിലും ഉത്തരവാദിത്തം നിറവേറ്റാൻ മടിയാണെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വയലേലകൾ വീണ്ടും മുങ്ങി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് വിവിധ പാടശേഖര സമിതിയിലെ കർഷകർ. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് ഡാം തുറക്കാത്തത് കാരണം നമ്മുടെ കൂട്ടിൽമുക്ക് ഭാഗവും മടത്തിൽപ്പടിയുടെ ഒരു പകുതി പാടശേഖരത്തിലും ഭാരതപ്പുഴയും ചീരക്കുഴിപ്പുഴയും കൂട്ടിൽമുക്ക് എന്ന സ്ഥലത്ത് മുട്ടുകയും അത് മേപ്പെട്ട് വെള്ളം കയറി കൊണ്ടാഴിയുടെ പല ഭാഗത്തും വെള്ളം കയറുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുറക്കേണ്ടതെന്നാണ് നമ്മുടെ അറിവ്. ബഹുമാനപ്പെട്ട MLA സാർ എത്രയും ഇടപെട്ട് തുറന്നില്ലെങ്കിൽ കാലവർഷം വരികയാണെങ്കിൽ നമുക്ക് വൻ നാശനഷ്ടം ഉണ്ടാവും. TCV ന്യൂസ്, തിരുവില്ലാമല. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. ഇന്ന് പവന് ഒറ്റയടിക്ക് 1,560 രൂപയാണ് വർദ്ധിച്ചത്. 74,360 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 195 രൂപയാണ് വർദ്ധിച്ചത്. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസർ ഇല്ലാത്തതിൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്ഥിരമായി ഓഫീസർ ഇല്ലാതായതോടെ സമീപത്തെ വില്ലേജുകളിലെ ഓഫീസർമാർക്ക് അധിക ചുമതലയാണ് നൽകുന്നത്. ഇതുമൂലം വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട ജാതി വരുമാനം, നോൺ ക്രിമിലിയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ വൈകുകയാണ്. 2 ദിവസമായി പഴയന്നൂർ വില്ലേജ് ഓഫീസർക്കാണ് ചുമതല നൽകിയിരുന്നത്. സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ് ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഈ സമയം സർവീസ് റോഡിലൂടെ പ്രഭാത സവാരി നടത്തുന്നവർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിലൂടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഹോട്ടലിൽ നിന്നും നൽകുന്ന ബിൽ ഉപഭോക്താവിൽ നിന്നും കൌണ്ടറിൽ തിരികെ വാങ്ങുകയോ ബിൽ നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടു. ഹോട്ടൽ വ്യാപാര രംഗത്തെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന പരിശോധന കാര്യക്ഷമമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിലവിവര പട്ടിക കടയുടെ മുൻഭാഗത്ത് ഉപഭോക്താക്കൾ കാണുന്ന വിധം പ്രദർശിപ്പിക്കണം. അളവ് തൂക്ക് ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ടി.കെ. ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടി നഗരസഭയും പൌരാവലിയും സംയുക്തമായി ആചരിച്ചു. ഫുട്ബോൾ മൈസോൾ എന്ന പേരിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ടി.കെ. ചാത്തുണ്ണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ ദേശീയ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയ്ക്ക് ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണ്ണലത സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ ഫുട്ബോൾ താരം MM ജേക്കബ്, KFA പ്രസിഡന്റ് നവാസ് മീരൻ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തുടങ്ങി വെച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട്. ഈ 20-ാം തീയതി ബഹുമാന്യനായ കേരളത്തിൻ്റെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചാത്തുണ്ണി സാറിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഫുട്ബോളിന് ഏറ്റവും പ്രാധാന്യം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുറ്റിച്ചിറ സ്വദേശി 33 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടി നിന്ന് ജയൻ ചേരുന്നു. ജയൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പ്രിയങ്ക, ഇന്ന് രാവിലെ 11 മണിയോടെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ചാണ് സിനീഷ് എന്ന 33-കാരൻ മരണമടഞ്ഞത്. ഇയാൾക്ക് രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ അസുഖത്തിന് ശസ്ത്രക്രിയ നൽകിയിരുന്നു. ശസ്ത്രക്രിയ നൽകുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അനസ്തേഷ്യ നൽകിയിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് കൂടുതൽ അനസ്തേഷ്യ കൊടുത്തതോടെ അയാൾ കൂടുതൽ അവശനാവുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒക്കെയായിരുന്നു. മറ്റ് ചികിത്സകൾ നൽകിയിട്ടും ഇയാളുടെ നില അധികം മോശമായി കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ പെട്ടെന്ന് അവിടെ നിന്ന് റെഫർ ചെയ്യുകയും മറ്റ് തൊട്ടടുത്ത ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പക്ഷേ ഇവിടെ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിച്ച സിനീഷ് കോടശ്ശേരി പഞ്ചായത്തിലെ കുറ്റിച്ചിറ വയലാത്ര സ്വദേശിയാണ്. തയ്യല് പണിക്കാരനായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുറച്ചു കാലമായി അയാൾക്ക് ഹെർണിയ രോഗമുണ്ട്. അപ്പോ സ്ഥിരം ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ചികിത്സയായിരുന്നു. അവസാനം ശസ്ത്രക്രിയ വേണമെന്ന് പറയുകയും ഇന്ന് അതിന്റെ ഡേറ്റ് കൊടുക്കുകയും ആയിരുന്നു. അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ കുടുംബസമേതം സിനീഷ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായത്. പ്രിയങ്ക. ശരി ജയൻ. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചത്. കുറ്റിച്ചിറ സ്വദേശി 33 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. മറ്റു വാർത്തയിലേക്ക്. ആത്മഹത്യ പ്രേരണാ കുറ്റവും സ്ത്രീധന പീഡനവും ആരോപിച്ച കേസിൽ ഭർത്താവിനെ വെറുതെ വിട്ടു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ചിറയത്ത് ദീപക്കിനെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. ദീപക്കിന്റെ ഭാര്യയും പെരിങ്ങോട്ടുകര കൊല്ലംപറമ്പിൽ ബാബുവിന്റെ മകളുമായ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. വിവാഹശേഷം പ്രതി കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്തതെന്നാരോപിച്ചാണ് മതിലകം പോലീസ് കേസ് ഫയൽ ചെയ്തിരുന്നത്. വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയും അന്തിമഘട്ടത്തിലാണ്. 3100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂളാണ് നിർമ്മിക്കുന്നത്. ടൈൽ വിരിക്കുന്ന പ്രവൃത്തികളും വൈദ്യുതീകരണവുമാണ് ഇനി നടക്കാനുള്ളത്.
കൂടാതെ കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയ്ക്കും അംഗീകാരം ലഭിക്കാനുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം നിലവിലെ സ്ക്രീനിന് തടസ്സം വരാത്ത രീതിയിൽ സഞ്ചാരികൾക്ക് ആകർഷകമായ വിധത്തിലായിരിക്കും കൺട്രോൾ റൂം നിർമ്മിക്കുക. ജലധാരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കിണറിന്റെ നവീകരണവും പൂർത്തിയായിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ 5.99 കോടി രൂപ ചെലവഴിച്ചാണ് സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 70-ലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് 15 മിനിറ്റോളം നീളുന്ന ഷോയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒക്ടോബറോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നീക്കം. TCV വടക്കാഞ്ചേരി. സ്പെയിനിലെ ബാഴ്സിലോണയ്ക്ക് സമീപം ലോററ്റ് ഡിമാറിൽ നടന്ന വേൾഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആലപ്പാട് സ്വദേശിക്ക് ഇരട്ട സ്വർണ്ണ മെഡൽ. ആലപ്പാട് ചിറമൽ കാരാത്ത് ആന്റണി വിറ്റി ദമ്പതികളുടെ മകനും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ആൽവിൻ ആന്റണിയാണ് 100 മീറ്റർ 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരാണ് വേൾഡ് മെഡിക്കൽ ഗെയിംസിൽ മത്സരിക്കുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവനിൽ വിവിധ തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാരായ KR സിമി, VR രമ്യ, കൃഷി ഓഫീസർ EV അനഘ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ GLP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി, LC പോൾ, കൌൺസിലർ KR ജൈത്രൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുട്ടികളുടെ വളർച്ച തീർച്ചയായിട്ടും സന്തോഷം. വലപ്പാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജീത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, അംഗങ്ങളായ EP അജയ ഘോഷ്, BK മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണ ചെയ്യാറ് നമ്മുടെ കൃഷിഭവന്റെ ചന്തയിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ചന്തയിൽ ദേശീയപാതയിൽ കൊടകര ഗാന്ധിനഗറിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 4 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര മേൽപ്പാലം ഇറങ്ങവെ കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാൽ അടിത്തറയടക്കം ഇളകി. സർവീസ് റോഡിലേക്ക് വീണ് തകർന്ന കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലുണ്ടായിരുന്നവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജെയിംസ് ചിറ്റിലപ്പള്ളി, PL ജോമി തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മാളിന്റെ സൈറ്റ് ഓഫീസ് മഴയിൽ തകർന്ന് വീണ് 2 പേർക്ക് പരിക്ക്. സ്ഥലം ഉടമ അക്ര ഷാജു, മകൻ അർണോള് എന്നിവർക്കാണ് പരിക്കേറ്റത്.
ആന്റണീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. വൈകിട്ട് നടക്കുന്ന കുർബാനയ്ക്ക് രാമനാഥപുരം കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ കാർമ്മികനാകും. ഫാദർ ലിവിൻ കുരുതുകുളങ്ങര സന്ദേശം നൽകും. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ, വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രയേൽ പണ്ട് മുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രിക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന്. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യതയെന്ന് കർഷകർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 74,000 കടന്നു. പവന് 1,560 രൂപ വർദ്ധിച്ച് 74,360 രൂപയിലെത്തി. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസറില്ല. വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വലഞ്ഞ് ജനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.